ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടീച്ചറമ്മ സീരിയലിൻ്റെ നമ്മുടെ ക്ലൈമാക്സ് ആണ് കേട്ടോ നാളെ. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ഒരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ നാളത്തെ എപ്പിസോഡിൽ, ക്ലൈമാക്സ് എപ്പിസോഡിൽ കാണാൻ പോണത് കനിയുടെ മനസ്സിൽ ആ ഒരു ആളെക്കുറിച്ച് തുറന്നു പറയാണ്. നമ്മുടെ ടീച്ചറോടും കൃഷ്ണ സാറിനോടും തുറന്നു പറയാട്ടോ, വേറൊന്നുമല്ല. കഴിഞ്ഞ പ്രാവശ്യം താൻ ഓരൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത്, ഓരോരോ സ്ഥലങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ വെച്ച് ഒരാളെ പരിചയപ്പെട്ടായിരുന്നു. ലൂക്ക എന്നാണ് പേര്. ആൾക്കും തൻ്റെ സെയിം വൈബാണ് എന്നൊക്കെ പറയാണ്. ഈ പ്രാവശ്യം പോകുമ്പോൾ ലൂക്കേനെ ഒന്നും കൂടി കാണണം. നമ്മൾ തമ്മിൽ ലവ് ഒന്നും അല്ല കേട്ടോ എന്ന് കനി പ്രത്യേകം എടുത്ത് പറയണ്ട. അപ്പൊ സരസ്വതി പറയണ്ട, അതെ എനിക്ക് നിന്റെ ലൂക്കേനൊന്ന് പരിചയപ്പെടണമല്ലോ. തുടങ്ങിയല്ലോ ചെറിയമ്മേ, ഇത് പ്രണയമല്ല, പ്രണയത്തിനും അപ്പുറമാണ്. ഫ്രണ്ട്ഷിപ്പാണെന്ന് ചോദിച്ചാൽ ഫ്രണ്ട്ഷിപ്പ് അല്ല, അതിക്കും മേലെ. എന്താ പറയേണ്ടത്? ലൂക്കയുടെ കൂടെ ഇരിക്കുമ്പോൾ ചെറിയൊരു സമാധാനവും ആശ്വാസമൊക്കെ ഉണ്ട്. ലൂക്കയും എൻ്റെ സെയിം വൈബാണ്. കഴിഞ്ഞ പ്രാവശ്യം ഓസ്ട്രേലിയ പോയ സമയത്ത് ലൂക്കയും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ലൂക്കയുടെ കാര്യം പറയാത്തത്, ഇവിടെ നമ്മൾ കുറച്ച് നാടകമായിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുത്തി വെക്കുകയല്ലേ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചു. ഇതിനിടയ്ക്ക് ലൂക്ക എന്നെ കുറെ പ്രാവശ്യം വിളിച്ചിരുന്നു കേട്ടോ. ഞാൻ നിങ്ങളൊക്കെ അറിയാതെ ഫോൺ പല പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു. ലൂക്ക എടുത്ത് ഞാൻ ഇവിടുത്തെ ചെറിയ നാടകീയ സംഭവങ്ങളൊക്കെ പറഞ്ഞു. ലൂക്കയും ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. എന്തായാലും എല്ലാവരും ഭയങ്കര ഹാപ്പി. അപ്പൊ കൃഷ്ണ സാർ ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്നിട്ട് പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും കനി തിരിച്ചു പോന്ന് പറഞ്ഞപ്പോ മനസ്സിന് വല്ലാത്തൊരു വിഷമം പോലെ. മുമ്പ് കനി പോണ പോലല്ല, ഈ പ്രാവശ്യം വല്ലാത്തൊരു വിഷമം. കാരണം ഈ പ്രാവശ്യം കനി എനിക്ക് വലിയൊരു സ്ഥാനം മനസ്സിൽ തന്നിട്ടുണ്ടല്ലോ, ഒരു അച്ഛന്റെ സ്ഥാനം. അതെപ്പോഴും സാറിനെ അങ്ങനെ തന്നെയായിരിക്കും. എൻ്റെ മനസ്സിലൊരു അച്ഛൻ്റെ മുഖം ആദ്യം ഓർമ്മ വരുന്നത് രാംജി എന്ന് പറഞ്ഞ എൻ്റെ സ്വന്തം അച്ഛനല്ല, കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള സാറിൻ്റെ മുഖമാണ് എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്. നോക്കിക്കോ, ഞാൻ സാറിനെ അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ചെറിയമ്മേനെയും കാണാൻ വേണ്ടി ലൂക്കേനെയും കൂട്ടിക്കൊണ്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. എടിയടി ലൂക്കയായിട്ട് നീനിപ്പോ നാടൊക്കെ ചുറ്റിക്കഴിഞ്ഞിട്ട് അവസാനം കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളൊക്കെ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ദേ ഇളയമ്മേ, അത്രക്കൊന്നും കാട് കയറി ചിന്തിക്കേണ്ട. ഞാൻ ലൂക്കിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ആ സമയത്ത് നിങ്ങൾ ലൂക്കെടുത്ത് സംസാരിച്ച് എന്താ വെച്ചാൽ തീരുമാനിച്ചോ എന്ന് പറയണം. അപ്പൊ അവിടം വരെ എത്തിയ കാര്യങ്ങളല്ലേ. അതെ, സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് പോയപ്പോ എന്റെ മനസ്സിലൊരു നോവായിരുന്നു ജോണേട്ടൻ. ഞാനൊന്ന് പ്രപ്പോസ് ചെയ്തപ്പോ ജോണേട്ടൻ അത് വേണ്ടെന്ന് തന്നെ പറഞ്ഞല്ലോ. മനസ്സിന് വല്ലാത്തൊരു വിഷമം. ആ വിഷമത്തിന് പുറത്ത് ആ ഒരു ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് ലൂക്കിനെ പരിചയപ്പെട്ടത്. എന്തോ ദൈവമായിട്ട് എന്റെ ജീവിതത്തിൽ ഓരോരോ വിഷമഘട്ടങ്ങൾ ഓരോരുത്തരായിട്ട് വരും. അത് ഉറപ്പാണ് കേട്ടോ. ഇപ്പൊ ദേ ലൂക്ക വന്നു. പിന്നെ ഇവിടെ നാട്ടിലാണെങ്കിൽ ഇളയമ്മയുണ്ട്, സാറുണ്ട്, അതുപോലെ തന്നെ കുഞ്ഞുണ്ട്, കുഞ്ഞമ്മയുണ്ട്, അങ്ങനെ കുറെ പേരുണ്ട്. ഇപ്പൊ പിരിഞ്ഞു പോയി എൻ്റെ അച്ഛനും അമ്മയും വരെ എൻ്റെ കൂടെ വന്നില്ലേ. ഇനി ഈ കനിക്ക് എന്ത് വേണം എന്നൊക്കെ പറയാണ്. അങ്ങനെ കനിയുടെ സമയമായിട്ടോ. കനി പറയണ്ട, അപ്പൊ എല്ലായിടത്തും ഇനിയിപ്പോ യാത്രയൊന്നും പറയുന്നില്ല, എന്നാ പോകുവാണ്. വല്യമ്മാവ എന്ന് നമുക്ക് പോയാലോ? ശരി കുഞ്ഞെ, ഞാൻ എന്നാ ഇവളെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരാമെന്ന് പറയാണ്. അങ്ങനെ റെജിയും സുജിയും വല്യമാമയും കൂടി ചേർന്നിട്ടാണ് കനീനെ എയർപോർട്ടിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി പോണേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടീച്ചറിന്റെ കയ്യിലേക്ക് സാറിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന പോലെയാണ് കനി അവിടെ നിന്ന് പോയേട്ടോ. എൻ്റെ ചെറിയമ്മേനെ നോക്കിക്കൊള്ളണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അതിന് രണ്ട് മീനിങ് ഉണ്ട്. അതായത് വേറൊന്നുമല്ല, ഇനി ഇളയമ്മയുടെ കാര്യങ്ങൾ സാറ് നോക്കണം, സാറിന്റെ കയ്യിലാണ് ഇനി ഇളയമ്മ എന്നൊരു ഇതിലാണ് നമ്മുടെ കനി പോയിരിക്കുന്നത് കേട്ടോ. അത് മാത്രമല്ല, അത് അങ്ങനെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അവരുടെ വിവാഹമൊന്നും കാണിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ടീച്ചറും സാറും ഒന്നായ രീതിയിലാണ് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ കനിക്കും ഒരാൾ കൂട്ട് വേണമല്ലോ. കനി ജോണിനെയും അതുപോലെ തന്നെ നമ്മുടെ വീണേനെയും ഒന്നിപ്പിച്ചു. പക്ഷെ കനി അപ്പോഴും ഒറ്റക്കായി പോയില്ലേ, സിംഗിള്. അതുകൊണ്ടാണ് ലൂക്കേനെ കൊണ്ടുവന്നേക്കണത്. ലൂക്ക ആരാണെന്ന് ഇപ്പൊ നാളെ കാണിക്കുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ലൂക്ക എന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ചന്ദ്രകാന്തത്തിൽ അർജുന്റെ മുഖമായിരുന്നു കേട്ടോ. അപ്പൊ അർജുൻ ആണെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു അല്ലേ. ഈ സീരിയൽ ഇനിയും കുറെ പോകേണ്ട ഒരു സീരിയലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചന്ദ്രകാന്തത്തിലെ അർജുൻ, നമ്മുടെ പ്രിയപ്പെട്ട അർജുനായിട്ട് അഭിനയിച്ച ആള് ഇപ്പൊ നമ്മുടെ കനിയുടെ നായകനായിട്ട് വരുവാണെങ്കിൽ എന്ത് സൂപ്പറായനെ, വേറൊരു ലെവലായനെ കഥ. എന്തായാലും അവിടം വരെ ഒന്നും എത്തില്ല. നമ്മുടെ ക്ലൈമാക്സ് നാളെ തന്നെയാണ്. അപ്പൊ അത് അവർ ഒഫീഷ്യലായിട്ട് പറയുകയും ചെയ്തു നാളെ ക്ലൈമാക്സ് ആണെന്ന്. നാളെ ക്ലൈമാക്സ് ആയതുകൊണ്ട് തന്നെ നാളത്തെ എപ്പിസോഡ് ഞാൻ എന്തായാലും രാവിലെ തന്നെ ഇടും കേട്ടോ. അപ്പൊ മിസ് ചെയ്യാണ്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.